എല്ലാവർക്കും നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പുതിയ ഡിഫൻസ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ തന്നെ എയ്റോ ഇന്ത്യ 2025 പങ്കെടുക്കാനായിട്ട് സുഖോയ് 57ഉം സുഖോയ് 75ഉം വരുന്നു എന്നുള്ളതാണ്. സുഖോയ് 57ന്റെ സ്റ്റാറ്റിക് ഡിസ്പ്ലേയും ഉണ്ടാവും, ഫ്ലൈയിങ് ഡിസ്പ്ലേയും ഉണ്ടാകും. സുഖോയ് 75ന്റെ സ്റ്റാറ്റിക് ഡിസ്പ്ലേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സുഖോയ് 75നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ഇന്ത്യയിൽ നിർമ്മിച്ച് ഫുൾ ലൈസൻസോടുകൂടി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് റഷ്യ നേരത്തെ തന്നെ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് 75ന് വേണ്ടിയിട്ട് പല മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും ചൈനയുടെ ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളും അതുപോലെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും നേരത്തെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയിലും കയറ്റുമതി മേഖലയിലും വലിയൊരു കുതിച്ചുചാട്ടത്തെ നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഡീല് നമ്മൾ എഗ്രി ചെയ്യണം. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ നേവിയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പലുകളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ നേവി ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത് ഒരേ സമയത്ത് 3 വിമാനവാഹിനി കപ്പലുകൾ നമുക്ക് വേണം. കാരണം ഒരെണ്ണം സർവീസിനോ അല്ലെങ്കിൽ മെയിൻ്റനൻസിനോ കയറ്റിയാൽ പോലും 2 വിമാനവാഹിനി കപ്പലുകളിൽ ഒന്ന് അറേബ്യൻ സീയിലും ഒന്ന് ബംഗാൾ ഉൾക്കടലിലും എപ്പോഴും ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ പ്രോഗ്രാം തൽക്കാലം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. നമ്മൾ 2ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. അത് INS വിക്രമാദിത്യയെ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. 2ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ 40,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള INS വിക്രാന്തിനെ അപേക്ഷിച്ച് 65,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു വലിയ കപ്പലായിട്ടാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആധുനികമായ എല്ലാ സിസ്റ്റങ്ങളും ഘടിപ്പിക്കും. ഒരുപാട് സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ കേറ്റോബാർ സിസ്റ്റവും ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റവും എല്ലാം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം വിമാനവാഹിനി കപ്പലുകളുടെ നിർമ്മാണത്തിലും മെയിൻ്റനൻസിലുമുള്ള വളരെ ഉയർന്ന ചെലവിന് പകരമായിട്ട് കൂടുതൽ സബ്മറീൻസ് നമ്മുടെ ഫ്ലീറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ചിന്ത കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വരുന്ന അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HALഉം അമേരിക്കയിലെ എഞ്ചിൻ നിർമ്മാതാക്കളായ GEയുമായിട്ട് GE414 എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഡീല് ഈ മാർച്ചിൽ സൈൻ ചെയ്യാൻ പോകുന്നു. ഇനീഷ്യലി 99 എഞ്ചിനുകളാണ് നമുക്ക് GEയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ കോസ്റ്റ് $1 ബില്യൺ എന്ന് തീരുമാനിച്ചതിന് GE ഇപ്പോൾ $1.5 ബില്യൺ എന്ന് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ആദ്യം 56% ടെക്നോളജി ട്രാൻസ്ഫർ നമുക്ക് ഓഫർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ 80% ക്രിട്ടിക്കൽ ടെക്നോളജി ട്രാൻസ്ഫർ സഹിതമാണ് ഇത് വരുന്നത്. GE പ്രതീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ കുറഞ്ഞത് 300 എഞ്ചിനുകളെങ്കിലും ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും GEയിൽ നിന്നും പൂർണ്ണമായി നിർമ്മിച്ച 5 GE414 എഞ്ചിൻസ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിക്കും. ഇത് നമ്മുടെ പല പുതിയ വിമാനങ്ങളുടെയും ഇനീഷ്യൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതേസമയത്ത് HAL സാഫ്രാനും റോൾസ് റോയ്സുമായിട്ടും പുതിയ എഞ്ചിൻ ടെക്നോളജിക്ക് വേണ്ടി ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നും ഉണ്ട്. പിന്നെ വരുന്ന അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MIRV ടെക്നോളജിയുള്ള മൾട്ടിപ്പിൾ വാർഹെഡ്സ് ക്യാരി ചെയ്യാൻ കഴിയുന്ന അഗ്നി 5 മിസൈൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഇത് അനൗൺസ് ചെയ്യുകയുണ്ടായി. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വാർഹെഡുകൾ ഒരേ മിസൈലിൽ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈലിൻ്റെ എഫക്റ്റീവ്നെസ് ഒരുപാട് വർദ്ധിക്കും എന്ന് മാത്രമല്ല ഇത് എനിമി ഡിഫൻസ് സിസ്റ്റത്തിനെ വല്ലാതെ കോംപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അത് ഒരേ മിസൈൽ കൊണ്ട് തന്നെ ഒരേ സമയം പല ടാർഗറ്റുകളെ ആക്രമിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആംക പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിന് ശേഷം ഇന്ത്യ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്ത. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് എക്സ്പോർട്ട് റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. കുറഞ്ഞത് 6 രാജ്യങ്ങളെങ്കിലും ഈ ആംക പ്രോഗ്രാമിനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. ഏതായാലും പുറത്തു വരുന്ന വളരെ നല്ല വാർത്തകളിൽ ഒന്ന് ആംകയും TEDBFും 2026 ആദ്യത്തെ പ്രോട്ടോടൈപ്പ് റോൾ ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, ഈ 2 വിമാനങ്ങളുടെയും ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കമ്പൈൻ ചെയ്യുന്നത് വഴി ചിലവ് കുറയ്ക്കാനും സമയം ലാഭിക്കാനും സാധിക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്തത് തേജസ് വിമാനങ്ങളെ പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. തേജസ് വിമാനങ്ങളുടെ റഡാർ ക്രോസ് സെക്ഷൻ ഇനിയും ഒരുപാട് കുറയുന്നതാണ്. കാരണം ആ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് റഡാർ ക്രോസ് സെക്ഷനുള്ള വിമാനമായിട്ട് തേജസ് മാറും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ 45% കോമ്പോസിറ്റ് മെറ്റീരിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റഡാർ വിസിബിലിറ്റി വളരെയധികം കുറയും. അതുമാത്രമല്ല കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് വഴി വിമാനത്തിൻ്റെ വെയിറ്റ് 20% കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും റേഞ്ചും ചടുലതയും ഒരുപാട് വർദ്ധിക്കാനും ഇത് സഹായിക്കും. പിന്നെ വരുന്ന അപ്ഡേറ്റ് S-400 മിസൈൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഇന്ത്യക്ക് 3 സ്ക്വാഡ്രൺ S-400 ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തന്ത്രപ്രധാനമായ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ വിന്യസിച്ചിട്ടും ഉണ്ട്.
നാലാമത്തെ സ്ക്വാഡ്രൺ 2025 അവസാനത്തോടുകൂടി ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ളതാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇത്രയും ഡിലേ വരാനുള്ള ഒരു കാരണം റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സാങ്ഷൻസുമാണ്. ഏതായാലും ഈ ഒരു സ്ക്വാഡ്രൺ കൂടെ വരുമ്പോഴേക്കും ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ വളരെ വലിയൊരു വർധനവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനമായിട്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ വാർത്തയും കൂടെ നമുക്ക് വരുന്നുണ്ട്. സോറോസ് ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ബംഗ്ലാദേശിൽ വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തേത്. ബംഗ്ലാദേശിന്റെ ഇന്റീരിയർ ചീഫ് അഡ്വൈസറായിട്ടുള്ള മുഹമ്മദ് യൂനിസും അതുപോലെ തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർപേഴ്സണായിട്ടുള്ള അലക്സ് സോറോസും തമ്മിൽ ഒരു വലിയ കൂടിക്കാഴ്ച നടന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ അട്ടിമറിയിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ്, ഇന്ത്യയിലും അവർ ഇൻവോൾവ് ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത്, പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ വളർന്നു വരുന്ന ഈ ഊഷ്മളതയെ ഇന്ത്യ വളരെ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ജനുവരി 21 ISI ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ആസിം മാലിക്കും അയാളുടെ കൂടെ മേജർ ജനറൽ ഷാഹിദ് അഫ്സർ, ബ്രിഗേഡിയർ ജനറൽ ആലാം അമിർ അവാൻ, ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ആസിം, ലഫ്റ്റനന്റ് കേണൽ ഉസ്മാൻ ലത്തീഫ് ഖാലിദ് ഇവരെല്ലാവരും ബംഗ്ലാദേശിലെ ലീഡേഴ്സുമായിട്ട് വളരെ വലിയൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതായാലും ISI ബംഗ്ലാദേശിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ സിലിഗുരി കോറിഡോർ, അതായത് ചിക്കൻ നെക്കിനെ വേർപെടുത്താനുള്ള ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. എന്തായാലും ഇത് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒട്ടും നന്നാവില്ല എന്ന് വേണം അവർ മനസ്സിലാക്കാനായിട്ട്. ഏതായാലും ഇന്നത്തേക്ക് ഇത്രമാത്രം സുഹൃത്തുക്കളെ. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.